ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ പുതിയൊരു പാഠത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ ബി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഓട്ടോബയോഗ്രഫിയാണ്, അതായത് ഒരു ആത്മകഥയാണ്. നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ പാഠം മൈ ഫസ്റ്റ് സ്റ്റെപ്സ് ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ആരുടെയാന്ന് ഓർക്കുന്നുണ്ടോ? സുനിൽ ഗവാസ്കറിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പാഠം. അപ്പോൾ നമ്മുടെ 9ാമത്തെ പാഠവും ഒരു ഓട്ടോബയോഗ്രഫിയാണ്, ഒരു ആത്മകഥയാണ്. ആരെക്കുറിച്ചാണ് ഉള്ളത്? വേദ് മേത്ത എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഭാഗം, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്ന് എടുത്ത ചെറിയൊരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ സ്റ്റോറി ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ റെൻഡിഷൻ ഓഫ് വേദ് മേത്ത, who suffered from a prolonged strong meningitis, as a result of which he has turned blind at the tender age of 3.5. വേദ് മേത്തയുടെ ആത്മകഥ ആവിഷ്കരണമാണ് ഈ കഥ. മസ്തിഷ്ക ചർമ്മവീക്കത്തിന്റെ ഫലമായി ഇളം പ്രായത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട തന്റെ ജീവിതത്തിന്റെ ഏടുകളാണ് അദ്ദേഹം ഈ കഥയിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് തന്റെ 3ാം വയസ്സിൽ കാഴ്ച നഷ്ടമാവുകയാണ്. അതിൽ തനിക്ക് വിഷമമില്ല എന്നും താൻ വളരെ സന്തോഷവാനാണെന്നും അദ്ദേഹം പറയുന്നു. ഏകദേശം 3.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് രോഗം പിടിപെടുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തത്. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അദ്ദേഹം അന്ധനായി മാറി. അത്രയും ഇളം പ്രായത്തിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനോ നിറമോ വർണ്ണങ്ങളോ തിരിച്ചറിയുവാനോ ഒരുവനും സാധിക്കുകയില്ല. ആ ഒരു പ്രായത്തിൽ കാഴ്ച ലഭിച്ചതുകൊണ്ടോ ഇല്ലായിരുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പക്ഷേ കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമം വളരെ വലുതാണെന്ന് ദുഃഖത്തോടെ അദ്ദേഹം ഓർക്കുന്നു. താൻ ഇപ്പോൾ ജീവിക്കുന്നത് ഇരുട്ട് മാത്രം നിറഞ്ഞ ഒരു ജീവിതമാണെന്നും അതിൽ ജീവിക്കുന്നത് വളരെ പ്രയാസകരമാണെന്നും അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണ് നമ്മുടെ കണ്ണ്. കാഴ്ചയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകാൻ. ഒരു കാഴ്ചയില്ലാത്ത വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അവനോട് സഹതാപമോ അല്ലെങ്കിൽ ചിലപ്പം അവനോട് കളിയാക്കലോ തോന്നാം. പക്ഷേ അത് ആ കാഴ്ചയില്ലാത്ത വ്യക്തിക്കാണ് അതിൻ്റെ ആ കുറവ് നല്ല രീതിയിൽ അറിയുവാൻ സാധിക്കത്തുള്ളൂ. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൊന്നും നഷ്ടപ്പെട്ടെന്നും ഇപ്പോൾ മറ്റു ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെയാണ് താൻ ജീവിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. തനിക്ക് കേൾക്കാനും ചിന്തിക്കാനും രുചിച്ചറിയുവാനും സുഗന്ധം അറിയുവാനും സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നിരുന്നാലും കാഴ്ചയില്ലായ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം ആയി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ചികിത്സകളും പരീക്ഷണങ്ങളും എല്ലാം നടത്തി. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ സഹായിച്ചില്ല. കാഴ്ചയില്ലാത്ത ഒരുവൻ ശാപമായാണ് ഉത്തരേന്ത്യക്കാർ പരിഗണിച്ചിരുന്നത്. അവർക്ക് വേറെന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. കാഴ്ചയില്ലാത്ത ആൾക്കാർ യാചകൻ അല്ലെങ്കിൽ ഭിക്ഷാടകനായി മാറും എന്നതായിരുന്നു അവിടുത്തെ വിശ്വാസം. എന്നിരുന്നാലും തൻ്റെ പിതാവിൽ തന്നെ ഒരു ഭിക്ഷാടകനായി പരിണമിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ തൻ്റെ മകന് വേണ്ടി വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്തു. ഏതൊരു കുട്ടിയുടെ ജീവിതത്തിലും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവുന്നത് അവൻ്റെ അല്ലെ അവളുടെയോ മാതാപിതാക്കളാണ്. അതുപോലെ തന്നെയാണ് മേത്തയുടെ കാര്യത്തിലും ഉണ്ടായത്. അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കുറേ ശുശ്രൂഷിച്ചു, കുറേ പ്രാർത്ഥനകൾ നടത്തി. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ച കിട്ടുവാൻ വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ വലിയൊരു വിശ്വാസിയായിരുന്നു. മകൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മ യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഇതിനോടെല്ലാം വിയോജിപ്പായിരുന്നു. പ്രാർത്ഥനകളും ചികിത്സകളും ഹോമങ്ങളും ഒന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനായി ഒത്തിരിയേറെ സഹായിച്ചു. പിതാവ് തനിക്കറിയാവുന്ന പുസ്തകങ്ങളും മറ്റും വായിച്ച് കാഴ്ചയില്ലാത്ത കുട്ടികളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം തൻ്റെ മകനെ തുടർ വിദ്യാഭ്യാസത്തിനായി അയക്കുവാൻ തീരുമാനിക്കുന്നു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപേക്ഷകൾ അയച്ചുവെങ്കിലും അവരെല്ലാം കാഴ്ചയില്ലായ്മ ഒരു പ്രശ്നമാക്കി കണക്കാക്കി അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചു. നല്ല സ്കൂളുകളിൽ അഡ്മിഷനായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും അലഞ്ഞു. പക്ഷേ തനിക്കൊരു കുറവുള്ളത് മറ്റുള്ളവർ അത് കാണുകയും ആ കുറവിനെ വില കുറച്ച് കാണുകയും അദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുക്കാതെയും അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാതെയും ഇരുന്നു.
ഒടുവിൽ കാഴ്ചയില്ലാത്ത കുട്ടികൾക്കായി നടത്തുന്ന ദാദർ സ്കൂളിനെക്കുറിച്ച് അറിയുവാൻ ഇടയായി. അവിടെ തന്റെ മകനെ പറഞ്ഞയക്കുവാൻ ആ പിതാവ് തീരുമാനിച്ചു. സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ പിതാവ് പ്രധാന അധ്യാപകനൊരു കത്തെഴുതുകയുണ്ടായി. തന്റെ മകന്റെ വൈകല്യത്തെക്കുറിച്ച് പറഞ്ഞു. തന്റെ മകന് സുരക്ഷിതത്വം മാത്രമല്ല പ്രത്യേക പരിചരണവും നൽകാമെന്ന് അധ്യാപകൻ അദ്ദേഹത്തെ തിരിച്ചറിയിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ സ്കൂളിൽ പറഞ്ഞയക്കുവാൻ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും തന്റെ മകന്റെ ഭാവിയെയോർത്ത് അവർ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. തന്റെ മകന് 3.5 വയസ്സിൽ സംഭവിച്ച ആ കാര്യം ഒരിക്കലും അവനൊരു കുറവായി മാറാതെ ഇരിക്കുവാൻ ആ പിതാവ് ഒത്തിരിയേറെ ശ്രമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. ഒരു തരത്തിലും മകൻ തളർന്നു പോകാതിരിക്കുവാൻ എല്ലാ സമയത്തും കൈത്താങ്ങലായി ആ പിതാവിന് ആ മകന്റെ കൂടെ നിൽക്കുവാൻ സാധിച്ചു. കഥയിൽ ഒരു പിതാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. തന്റെ മകന്റെ ഒരു ഇന്ദ്രിയം നഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാവരും പറയുന്നത് പോലെ തന്റെ മകൻ ഒരു ഭിക്ഷാടകനായി തീരുവാൻ ആ പിതാവ് ആഗ്രഹിച്ചിരുന്നില്ല. ഇന്ന് ലോകമറിയുന്ന ഒരു വലിയ എഴുത്തുകാരന്റെ പിതാവായിട്ടാണ് ആ അച്ഛൻ ഇന്ന് അറിയപ്പെടുന്നത്. നിരവധി പുരസ്കാരങ്ങളും ബഹുമതികൾക്കും അർഹനാണ് ഇന്ന് വേദ് മേത്ത. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. എനിക്കൊരു കുറവുണ്ടെന്ന് തന്റെ മനസ്സിനെ തന്റെ ശരീരത്തെ ഒരിക്കലും അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ ഒരു കുറവിനെ അദ്ദേഹം ബലമായി മാറ്റി ജീവിതത്തിലെ ഓരോ അവസ്ഥയിലും അദ്ദേഹം വിജയിച്ച് തന്നെ മുന്നേറി. പിതാവ് നൽകിയ ആ ആർജവും ആ ഊർജവും ആ ധൈര്യവുമാണ് അദ്ദേഹത്തെ ഇന്ന് ലോകമറിയുന്ന ഏറ്റവും വലിയ എഴുത്തുകാരനായി മാറുവാൻ സാധിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു ഭിക്ഷാടകനായി പോകേണ്ടിയിരുന്ന തന്റെ മകനെ സമൂഹം കളിയാക്കിയപ്പോഴും സമൂഹം ഒറ്റപ്പെടുത്തിയപ്പോഴും അതൊന്നും കണക്കെടുക്കാതെ തന്റെ മകന് വിദ്യാഭ്യാസം നൽകി. ആ വിദ്യാഭ്യാസത്തിലൂടെ അവനെ വലിയൊരു വ്യക്തിയാക്കി ലോകമറിയുന്ന ഒരു എഴുത്തുകാരനായി മാറ്റിയിരിക്കുന്നു ആ പിതാവ്. ആ പിതാവിന്റെ സ്നേഹവും ആ പിതാവിന്റെ ത്യാഗവുമാണ് അദ്ദേഹം തന്റെ ആത്മകഥയിലൂടെ നമ്മുടെ ഈ ചെറു കഥാഭാഗത്തിലൂടെ പറയുന്നത്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല ബലഹീനതകളും എല്ലാം നമുക്ക് ഉണ്ടാവും, കുറവുകളും ഉണ്ടാകാം. പക്ഷേ അതിനെയൊന്നും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങളായി മാറരുത്. അവയെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി നമുക്ക് എടുക്കണം. ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല ആപൽഘട്ടങ്ങളും എല്ലാം ഉണ്ടാകാം. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്ത് നമുക്ക് ആ വിജയം കണ്ടെത്തുവാൻ സാധിക്കണം. പോലെ തന്റെ പിതാവ് തന്നിൽ അർപ്പിച്ച ആ വിശ്വാസവും ആ സ്നേഹവും താൻ തെളിയിച്ച് കാണിച്ചു, അല്ലെങ്കിൽ തന്റെ പിതാവിന് അത് തിരിച്ചു നൽകി എന്നതാണ് ഈ കഥയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മകൻ ഒരിക്കലും സമൂഹത്തിൽ ഒരു പരിഹാസപാത്രമായി പോകുവാൻ ആ പിതാവ് ആഗ്രഹിച്ചിരുന്നില്ല. ആ പിതാവ് നൽകിയ ആ സ്നേഹവും കരുതലും മാർഗനിർദ്ദേശങ്ങളും ഇന്ന് അദ്ദേഹത്തെ വലിയൊരു മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. നമ്മുടെ കുറവുകളെ നമുക്ക് നമ്മുടെ വിജയമാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.